പാലക്കാട് കല്ലടിക്കോട് ജനവാസ മേഖലയിൽ കാട്ടാന. കല്ലടിക്കോട് 3 ഏക്കർ തുടിക്കോട് കോളനി ഭാഗത്താണ് ഒറ്റയാൻ ഇറങ്ങിയത്. കോളനിയിലെ വീടുകൾക്ക് മുന്നിൽ വരെ ആനയെത്തി. വനംവകുപ്പ് എത്തി ആനയെ കാട് കയറ്റി. നിഖിൽ പ്രമേഷ് പാലക്കാടെന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അതിനു മുമ്പ് ആദ്യം ദൃശ്യങ്ങളിലേക്ക്. കുട്ടപ്പനവരാരും വിളിച്ചു പറയടി. അത് കുഴപ്പമില്ല, അവര് നോക്കുമല്ലോ. പടക്കം പൊട്ടിക്കാതെ നിഖിൽ പ്രമേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഈ ഒറ്റയാനെ കാട് കയറ്റിയതോടെ ആശങ്ക മാറിയോ? ഇല്ല വേണു, പൂർണ്ണമായി ഈ ആശങ്ക ഇതുവരെ മാറിയിട്ടില്ല. കാരണം രാത്രിയാകുമ്പോഴേക്കും ഇത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് തന്നെ എത്തുമോ എന്നുള്ള ആശങ്ക പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിപ്പോൾ കല്ലടിക്കോട് 3 ഏക്കർ തുടിക്കോട് കോളനി ഭാഗത്താണ് ഒറ്റയാൻ ഇറങ്ങിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഒരു വീടിന്റെ വളരെ മുന്നിൽ, വീടിനോട് ചേർന്നാണ് ഈ ഒറ്റയാൻ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുന്നത്. ആ വീട്ടിലെ ആളുകൾ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. കോളനിയിലെ വീടുകൾക്ക് മുന്നിൽ വരെ ഈ കാട്ടാന എത്തുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി ആളുകൾ വലിയ ആശങ്കയിലാണ്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഇതിനെ കാട് കയറ്റുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ രാത്രി വീണ്ടും ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്ക പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കഴിഞ്ഞ കുറേ അധികം ദിവസമായി ജനവാസ മേഖലകളിലേക്ക് തുടർച്ചയായി കാട്ടാനക്കൂട്ടം എത്തുന്ന സാഹചര്യമുണ്ട്. വ്യാപക കൃഷിനാശമാണ് ഈ മേഖലയിൽ ഇവ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വെള്ളം കുടിക്കാനൊക്കെയാണ് എത്തുന്നതെങ്കിൽ ഇപ്പോൾ ഈ പലതരത്തിലുള്ള ഫലങ്ങളും കഴിക്കുന്നതിന് വേണ്ടി ജനവാസ മേഖലയിലേക്ക് എത്തുന്ന മാങ്ങയും ചക്കയും ഒക്കെ കഴിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇവിടുത്തെ ആളുകൾക്ക് വലിയ ഭീതിയാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. വനംവകുപ്പ് ഈ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാൻ ശാശ്വതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.